ഇന്ന് കോടതിയുടെ ഒരു കിടിലൻ തീരുമാനം അല്ലെങ്കിൽ ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് ഒരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഖമറുദ്ദീനിക്ക അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അത് ഞാനിവിടെ ഒന്ന് കേൾപ്പിക്കാം. തീർച്ചയായിട്ടും കേൾക്കുക. കാരണം ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കും തോന്നാം ഇത് ഖമറുദ്ദീൻ നെന്മാറ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, അല്ലെങ്കിൽ ഖമറുദ്ദീൻ എന്ന വ്യക്തി മാത്രമല്ല, ഞാനും ഇത് പറയാൻ ആഗ്രഹിച്ചതാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലും ഇതേ കാര്യങ്ങളാണ് എന്നുള്ളത് ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്തായാലും നിങ്ങൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കുക. കേട്ടാൽ മാത്രം പോരാ, അദ്ദേഹം പറഞ്ഞത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു അഭിപ്രായം ഉണ്ടല്ലോ, അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അദ്ദേഹം പറഞ്ഞത് കാര്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പല വെടിപ്പുരകൾക്കും എതിരെ തീയിട്ട് സുപ്രീം കോടതി. ഇതാണ് എന്റെ ക്യാപ്ഷൻ. ആരും ഒന്നും വിചാരിക്കരുത്. ഇനി കേരളത്തിലെ സ്ത്രീകൾക്കെതിരെ ഖമറുദ്ദീൻ നെന്മാറ ശബ്ദിച്ചു എന്ന് പറഞ്ഞാലും വരണ്ട. സ്ത്രീകൾക്ക് പവിത്രതയുണ്ട്. പക്ഷേ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് അന്യ പുരുഷന്റെ കൂടെ പോയി ഡിങ്കോൾഫ് നടത്തി വർഷങ്ങൾക്ക് ശേഷം അവൻ എന്നെ ബലാത്സംഗം ചെയ്തേ എന്നും പറഞ്ഞ് നടുറോഡിലൂടെ മുറവിളി കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി ബലാത്സംഗ കേസും കൊടുത്ത് ആ പാപം പിടിച്ച മനുഷ്യനെ ഒന്നുമല്ലാതാക്കി അവന്റെ ജീവിതം നശിപ്പിച്ച്. പറയാൻ കാരണം സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചവളാണ്. ഈ വെടിപ്പുരകൾ ഇനിയിപ്പോ എന്ത് ചെയ്യും? മൊത്തം മൂഞ്ചി. സുപ്രീം കോടതി അടിപൊളി ഉത്തരവുമായിട്ട് വന്നു. ഇന്ന് കാലത്ത് നേരം വെളുത്തപ്പോൾ ഫേസ്ബുക്ക് നോക്കുമ്പോൾ കാണുന്ന റിപ്പോർട്ടാണ്. വിവാഹിതയായ സ്ത്രീ എന്നെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന പേരിൽ ഇനി പരാതികൾ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ യഥാർത്ഥ ബലാത്സംഗത്തിനും ഇതിനും എന്താണ്? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. യഥാർത്ഥത്തിലുള്ള ബലാത്സംഗത്തെ പോലും അപമാനിച്ചുകൊണ്ടാണ് അന്യ പുരുഷന്റെ കൂടെ അവനെ ഊറ്റിയെടുത്ത് അവനെ പിഴിഞ്ഞ് വെള്ളം കുടിച്ച് അവനെ ഒന്നുമല്ലാതാക്കി അവനിൽ നിന്ന് സകലമായ കാശും വാങ്ങി അവനെ ഭീഷണിപ്പെടുത്തി, നീ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, ഞാൻ പുറത്തുവിടും, വീഡിയോ ക്ലിപ്പുണ്ട്, മറ്റേ ക്ലിപ്പുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവന്റെ ജീവിതത്തിനെ കുട്ടിച്ചോറാക്കി അവനിൽ നിന്നും കിട്ടുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും വാങ്ങിയെടുത്ത് അവസാനം പോലീസ് സ്റ്റേഷനകത്ത് ഒരു പരാതി, എന്നെ ബലാത്സംഗം ചെയ്തു 2 വർഷം മുന്നേ ഇന്ന ലോഡ്ജിൽ ഇന്നവിടെ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പിന്നെ ഈ ഡിങ്കോൾഫ് നടത്തുന്നതിനൊന്നും ഞാൻ യോജിപ്പുള്ള ആളല്ല. അത് വേറെ. സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുക. നിങ്ങൾ ചിന്തിക്കണം, കേരളമേ ചിന്തിക്കണം. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ട് അന്യ പുരുഷന്റെ കൂടെ അവനിലൂടെ എല്ലാ സുഖങ്ങളും നേടിയെടുക്കുക. അവന്റെ സാമ്പത്തിക സ്രോതസ് അവനെ എല്ലാം ഊറ്റിയെടുത്തതിന് ശേഷം അവനെ ഭീഷണിപ്പെടുത്തി അവനിൽ നിന്നും കിട്ടുന്നതൊക്കെ വാങ്ങിയെടുത്തിട്ട് വീണ്ടും അവനെതിരെ പരാതിയുമായിട്ട് എന്നെ ബലാത്സംഗം ചെയ്തു. ഇതാണല്ലോ ഇപ്പൊ ട്രെൻഡ്. ഒരുപാട് ആണുങ്ങൾ ഇത് ഒന്നും ചെയ്യാതെയും എന്നെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കള്ളക്കേസിൽ കുടുക്കി ഒരുപാട് നിരപരാധികൾ ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഇന്നൊന്നൊന്നുമല്ല തുടങ്ങിയത്, ഒരുപാട് വർഷങ്ങളായി. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി വെടിപ്പുരകളെ നിങ്ങളുടെ ഒരു കളിയും നടക്കില്ല. സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. സർവേശ്വരനെ മുന്നിൽ നിർത്തി അവൻ നിന്റെ കഴുത്തിൽ താലിയും കെട്ടി കുറച്ച് കഴിഞ്ഞിട്ട് അവനേക്കാൾ കുറച്ച് അവൻ പോരല്ലോ, അവൻ പാവം, അവൻ പോരാ, ഒന്നുമില്ലാത്തവൻ, അവനേക്കാൾ കുറച്ച് ഉശിരുള്ളവനെ കാണുമ്പോൾ അവനിൽ നിന്നും ആ പാവത്തിനെ മൊത്തം ഊറ്റി പിഴിഞ്ഞെടുക്കുക. ഇങ്ങനെ തന്നെ പറയട്ടെ, വേറെ നിവൃത്തിയില്ല. ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ വിധി. അതുകൊണ്ടാണ് അവനെ പിഴിഞ്ഞെടുത്തിട്ട് അവസാനം അവൻ ബലാത്സംഗ വീരനായി എന്ന് പൊതുസമൂഹത്തിൽ മൊത്തം മുദ്ര കുത്തുക. ചാനലിൽ വന്ന് വിളിച്ചു പറയുക, എന്താ ഒരു അതിജീവിതകൾ കേരളത്തിൽ. ഇതിപ്പോ ഈ വിഷയത്തിൽ ആദ്യം തന്നെ പറയാണ്, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല. ഒരുപാട് ആണുങ്ങൾ കേരളത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപാട് അനേകായിരക്കണക്കിന് ആളുകൾ അനാവശ്യമായി സ്ത്രീകൾ കൊടുക്കുന്ന പരാതിയിലൂടെ പോലീസിന് വേറെ നിവൃത്തിയില്ല. ഈ പരാതിയിലൂടെ FIR രജിസ്റ്റർ ചെയ്യും, അത് പത്രത്തിൽ വരും. ഇവന്റെ രാഷ്ട്രീയ ഭാവി, ഇവൻ രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയ ഭാവി, ബിസിനസ്സുകാരനാണെങ്കിൽ ബിസിനസ്, അവന്റെ ഭാവി, അവന്റെ എല്ലാം തകർന്നു തരിപ്പണമായി. കല്യാണം കഴിയാത്താണെങ്കിൽ അങ്ങനെ സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ ഒരിക്കലും നോക്കാൻ കഴിയില്ല. കല്യാണം കഴിഞ്ഞവനാണെങ്കിൽ സ്വന്തം ഭാര്യന്റെ മക്കളുടെ മുന്നിൽ, സ്വന്തം മാതാപിതാക്കളുടെ കുടുംബക്കാരുടെ കൂട്ടുകാരുടെ നാട്ടുകാരുടെ മുന്നിൽ അവൻ ഒന്നുമല്ലാതായി. അവനെ മൊത്തം വലയിട്ട് വീശി പിടിച്ച് അവന്റെ ഊറ്റിയെടുത്തിട്ട് അവസാനം അവൻ ബലാത്സംഗം ചെയ്തു. നിങ്ങൾക്ക് ഡിങ്കോൾഫി നടത്തണം, നല്ലപോലെ ഡിങ്കോൾഫി നടത്തി 2-3 വർഷം കഴിയുമ്പോൾ ഡിങ്കോൾഫി പോയി ബലാത്സംഗം ആയി മാറും. ഇതാണല്ലോ കച്ചവടം. ഇനി ഈ കച്ചവടമൊക്കെ പൂട്ടിക്കെട്ടി മണിച്ചിത്ര താഴിട്ട് പൂട്ടി സുപ്രീം കോടതി. ഇനി ഒരു ഡിങ്കോൾഫി നടക്കില്ല മക്കളെ. നല്ലപോലെ ഭർത്താവിനെ സ്നേഹിച്ച് അവർക്ക് നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അവരെ നല്ലപോലെ പരിപാലിക്കുക. അവർ സമ്പാദിച്ച് തരും. അതേപോലെ നിങ്ങളും സമ്പാദിക്കുക, നല്ലപോലെ മുന്നോട്ട് പോവുക. ഈ ഡിങ്കോൾഫി നടത്തിയിട്ട് അവസാനം ബലാത്സംഗോഫി എന്ന് പറഞ്ഞിട്ട് നാളെ പരാതിയുമായിട്ട് ഇനി പോയാൽ മൂഞ്ചി പോകും. ഇത് കണ്ടപ്പോ, ഈ വിധി കണ്ടപ്പോ എന്താണെന്നറിയില്ല, വല്ലാത്ത സന്തോഷമുണ്ട്. പിന്നെ അതും കൂടെ പറയാണ്, നീ അന്യ സ്ത്രീന്റെ കൂടെ പോയി ഉണ്ടാക്കേണ്ട ആവശ്യം നിനക്കില്ല. നിനക്ക് നിന്റേതായിട്ടുള്ള കാര്യം നോക്കി പോയിക്കൂടെ. ഈ ഡിങ്കോൾഫിക്കൊന്നും നമ്മൾ സപ്പോർട്ടല്ല. പിന്നെ ഇന്ന് പരമാവധി ഇന്ന് തെറ്റ് ചെയ്യാത്ത ആളുകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്നെ ഡിങ്കോൾഫി നടത്തി അത് ബലാത്സംഗമായി. കാഞ്ചി വലിക്കാൻ പറയുന്ന അവനോടാണ്, നീ കാഞ്ചി വലിക്ക് കാഞ്ചി എന്നും പറയാ. അവൻ കാഞ്ചി വലിക്കും. അവൻ ഡെയിലി 1.5 മാസം കാഞ്ചി വലിച്ചു. ഇവൾക്കെല്ലാം മതിയായപ്പോ കാഞ്ചി വലി പോയി ബലാത്സംഗമാവും. എന്ത് നാടാണ് ഇത്? കേരളത്തിൽ എന്നല്ല, രാജ്യത്തെ 28 സ്റ്റേറ്റിലും നടക്കുന്ന കാര്യമാണ്. ഒരുപാട് പാവപ്പെട്ട മനുഷ്യര് ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത് നല്ലൊരു വിധിയാണ്. അതും പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഡിങ്കോൾഫിക്കൊന്നും പോണ്ട, അവനെ പണിയും പറഞ്ഞു നോക്കിയിരിക്കുക. ഇങ്ങനെ അറമാദിച്ചിട്ട് പാവപ്പെട്ട മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്ന വെടിപ്പുരകൾക്ക് ഇതൊരു താക്കീതാണ്. ഇങ്ങനെ തന്നെ പറയും, ഇതൊരു താക്കീതാണ്. മനസ്സിലായില്ലേ? കുടുംബത്തിൽ തറവാട്ടിൽ പിറന്ന നല്ല മാതാപിതാക്കൾക്ക് പിറന്ന നല്ല സ്ത്രീകളുണ്ട്. അവരെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിനെതിരെ വന്നാൽ തിരിച്ചും അതുപോലെ വരുന്നതായിരിക്കും. ഒരു വിഷയമില്ല. ഇനി കേസാണെങ്കിലും വിഷയമല്ല. ഞാൻ പറഞ്ഞത് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് അന്യ പുരുഷന്റെ കൂടെ പോകുന്ന സ്ത്രീകളുണ്ടല്ലോ, അങ്ങനെ അന്യ പുരുഷന്റെ കൂടെ പോകുന്നതിനേക്കാൾ അതിനേക്കാൾ നല്ലത് നല്ല മുള്ളുമുറുക്ക മരം ഉണ്ടാവുമല്ലോ, അവിടെ പോവാലോ, അതല്ലേ നല്ലത്. അപ്പോ എന്ത് തന്നെയാണെങ്കിലും സുപ്രീം കോടതിക്ക് 1000 കോടി അഭിനന്ദനങ്ങൾ. വെടിപ്പുരകൾ മൊത്തം കത്തി ജ്വലിച്ചു ഇരുന്നത് മൊത്തം കെട്ടുപോയി. അപ്പൊ ഓക്കെ, നന്ദി, നമസ്കാരം. വീണ്ടും കാണും, കണ്ടിരിക്കും, വന്നിരിക്കും, വരും. ഓക്കെ, ബൈ.